ജിത്തു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു നോർമൽ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് കാണാം. 2 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്, ഒരു 2.25 മീറ്റർ നല്ല ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. ഇത് പ്ലെയിൻ ഫാബ്രിക്കാണ്, കോട്ടൻ്റെ പ്ലെയിൻ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലെയിൻ ഫാബ്രിക് അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. അപ്പം ലൈനിങ് നമ്മൾ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ 4 ആയിട്ട് മടക്കിയിടണം. ലൈനിങ്ങിനെ നമ്മൾ 4 ആയിട്ട് മടക്കിയിടണം. അപ്പം ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് 2 ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം കാണണം. അങ്ങനെ 4 ആയിട്ട് മടക്കി ഇങ്ങനെ ഇടണം. ചുളിവൊന്നുമില്ലാതെ നമ്മൾ 4 ആയിട്ട് മടക്കിയിടണം. ഞാൻ ഇന്ന് എവിടെ എടുത്തേക്കുന്ന നല്ല തുണിയാണ്, നമ്മൾ കുർത്തി തയ്ക്കുന്ന തുണിയുടെ ഫുൾ ലെങ്ത് സീം അലവൻസ് ഉൾപ്പെടെ ഞാൻ എടുത്തേക്കുന്നത് 44 ഇഞ്ചാണ്. 44 ഇഞ്ച്. അപ്പം നമുക്ക് ലൈനിങ്ങിൽ ലെങ്ത് അടയാളപ്പെടുത്താം. നല്ല തുണിയിലാണ് 44, ലൈനിങ്ങിൽ 40 കിട്ടുന്നുള്ളൂ. ഞാനിത് മൊത്തമായിട്ട് അങ്ങ് എടുക്കും. എന്നിട്ട് നമ്മൾ ആദ്യം കുർത്തി തയ്ക്കുമ്പം നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ അടിച്ച് ഷോൾഡർ അടിക്കുന്നതിന് പോകട്ടെ. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കാൻ അങ്ങ് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് ഒരു ലൈൻസ് ആക്കി ആദ്യമേ അങ്ങ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമ്മുടെ പിന്നെ നമുക്കുള്ളത് ചെസ്റ്റിൻ്റെ ലൈന്. ഇവിടെ ഞാൻ ഒരു 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ ആംഹോളിൻ്റെ ലെങ്തും 6.5 ഇഞ്ചാണ്. എന്നിട്ട് നമുക്ക് ആദ്യം ഷോൾഡർ കൂടെ അങ്ങനെ പറ്റും. ഷോൾഡർ ഞാൻ എൻ്റെ കുട്ടിക്ക് എടുക്കുന്നത് 6.5 ഇഞ്ച്. അവിടെ നിന്ന് ചെസ്റ്റിൻ്റെ ലൈനും 6.5 ഇഞ്ച്. നമ്മൾ ഈ വരച്ച ലൈനിൽ നിന്ന് തന്നെ എടുക്കണേ. 1/2 ഇഞ്ചിൻ്റെ ആ ലൈനിന് അവിടെ നിന്ന് 14 ഇഞ്ച് വേസ്റ്റിൻ്റെ ലൈൻ നമുക്ക് ഇടവണ്ണം. അവിടെ നിന്ന് താഴോട്ട് 21 ഇഞ്ച് നമ്മുടെ ഹിപ്പ്, നമ്മുടെ തൊടയുടെ വണ്ണം. ഇത്രയും നമ്മൾ ലൈൻസ് ആയിട്ട് അങ്ങ് ആദ്യമേ അങ്ങ് വരയ്ക്കുക. നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. ഷോൾഡറിന് കൊടുക്കുന്ന അതേ ഇത് തന്നെയാണ് ഞാൻ ആം ഹോളിനും കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ ചെസ്റ്റിൻ്റെ വണ്ണം, ചെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫുൾ ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ചെസ്റ്റ്. അതിൻ്റെ 4/1 എന്ന് പറഞ്ഞാൽ 40 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 10 കിട്ടും. അതാണ് എൻ്റെ ചെസ്റ്റ്. അവിടെ നിന്ന് 2 ഇഞ്ച് നമ്മൾ സീം അലവൻസിനായിട്ട് ഇടും. ഇനി എന്നിട്ട് ഇത് വേസ്റ്റ് ലൈന്. വേസ്റ്റ് ലൈന് എൻ്റെ വേസ്റ്റിൻ്റെ 4/1 എന്ന് പറയുന്നത് 8.5 ഇഞ്ച്. അവിടുന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഹിപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഞാൻ 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ എത്രയാണോ അത് തന്നെ കൊടുക്കണേ. 11 ഇഞ്ച്. 1 ഇഞ്ച് അവിടെ മതി. ഇവിടെ 2 ഇഞ്ച് കൊടുത്താൽ ഇവിടെ 1 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ താഴ്വശം എന്ന് പറയുന്നത് ഞാൻ ഈ 11 തന്നെ താഴെ കൊടുക്കാം. 11 1 12. ഈ 12 തന്നെ ഞാൻ താഴോട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ താഴ്വശത്ത് ഇച്ചിരി കൂടെ വിരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് കൂട്ടി ഇപ്പോൾ 12 എന്നുള്ളത് 13 ആക്കി കൊടുക്കാം. ഇപ്പം ഞാൻ അതേ അളവിൽ തന്നെ 12 അങ്ങ് എടുക്കും. അതേ കറക്റ്റിന് അങ്ങ് 12 തന്നെ എടുക്കും. അത് നിങ്ങളുടെ അളവനുസരിച്ച് ശരിയാക്കണേ. എന്നിട്ട് നമ്മുടെ ഈ ഹിപ്പിൻ്റെ ലൈൻസ് താഴോട്ടങ്ങ് മാർക്ക് ചെയ്യുവാണേ. ഞാൻ താഴോട്ടങ്ങ് ഈ ലൈൻസ് അങ്ങ് താഴോട്ടങ്ങ് മാർക്ക് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മുടെ ഈ തയ്യലിൻ്റെയും നല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൈനും സീം അലവൻസിൻ്റെ ലൈൻസും തമ്മിൽ നമ്മൾ വരയ്ക്കണം. അതിനു വേണ്ടി ഞാൻ ഈ കർവ് ഉപയോഗിക്കുവാണേ. ആംഹോൾ കർവ്. ആംഹോൾ കർവ് അല്ല, ഹിപ്പ് കർവ്. ഈ കർവ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കർവ് ഉപയോഗിച്ച് ഈ ലൈൻസ് എല്ലാം തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യും. നമുക്ക് ഈ ലൈൻസൊക്കെ തമ്മിൽ ജോയിൻ ചെയ്യും. ഇനി അഥവാ ഈ ഹിപ്പ് കർവ് ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്കങ്ങ് വരച്ചാൽ മതി. ഇനി എന്നിട്ട് നമ്മൾ അടുത്തത് ഇവിടുത്തെ
ആം ഹോളിൻ്റെ ലെങ്ത് 6.5 ഇഞ്ചാണല്ലോ, അതിൻ്റെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഏതിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഹാഫ് അങ്ങ് എടുക്കുക. അവിടെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ചെസ്റ്റും ഇതുമായിട്ട് തമ്മിൽ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അതിന് ഞാൻ എടുക്കുന്നത് ആം ഹോൾ കർവാണ്. അങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാൻ ഞാൻ എടുക്കുന്നത് ആം ഹോൾ കർവ്. ഇങ്ങനെ ആം ഹോൾ കർവ് വെച്ച് നമുക്കതങ്ങ് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് ഇത് നമുക്കങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഈ 1/2 ഇഞ്ചിൻ്റെ അവിടെ ഫോൾഡഡ് ആയിട്ട് മടങ്ങിയിരിക്കും. അപ്പം നമുക്കതങ്ങ് കട്ട് ചെയ്യാം. അപ്പം 2 പീസ് കെട്ട് വെക്കാം. അങ്ങനെ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളിതിൻ്റെ ഒരു പീസ് അങ്ങ് മടക്കി, ഈ അടിയിലത്തെ പീസ് നമുക്കങ്ങ് മടക്കി വെച്ചിട്ട് മടക്കി വെക്കും, മാറ്റി വെക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാമേ. ഇനി എന്നിട്ട് നമുക്ക് ഈ നല്ല വശത്ത്, ഇത് നമ്മുടെ ഫ്രണ്ടാണ് വരുന്നത്. ഈ ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് ഏതാണോ നിങ്ങളെടുക്കുന്നത് അവിടുന്ന് 1/2 ഇഞ്ചൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാം. 1 ഇഞ്ചൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഫ്രണ്ടിൻ്റെ കൈക്കൂലിയാണ് നമ്മൾ 1/2 ഇഞ്ച് നമ്മളൊന്ന് കട്ട് ചെയ്യും. നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടാണെന്നറിയാൻ വേണ്ടി ഇത് കട്ടിങ് കൊടുക്കാം. അതേപോലെ നമ്മൾ വേസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ഒരു കട്ടിങ് കൊടുക്കുക. ഹിപ്പിൻ്റെ ഭാഗത്തും ഒരു കട്ടിങ് കൊടുക്കുക. അത് 2 ഭാഗത്തും ചെയ്യണേ. നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഓൾറെഡി നമുക്കറിയാമല്ലോ, ചെസ്റ്റിൻ്റെ ഭാഗം വരുമ്പോൾ അറിയാമല്ലോ. ഹിപ്പിൻ്റെ ഭാഗത്തും വേസ്റ്റിൻ്റെ ഭാഗത്തും ഓരോ കട്ടിങ് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ നമ്മൾ ഈ ലൈൻസ് വരച്ചല്ലോ, ആ ഭാഗമാകുമ്പോഴും ഒരു കട്ടിങ് കൊടുക്കുക. അപ്പം ഇത്രയും കട്ടിങ്ങാണ് കൊടുത്തേക്കുന്നത്. ഇനി എന്നിട്ട് ഇതിനകത്തിൽ നെക്ക് മാർക്ക് ചെയ്യാം. ഇത് ഫ്രണ്ടാണ് ഞാൻ എടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ളത്ര കൊടുക്കാം. എന്ത് കൊടുത്താലും നമ്മുടെ ഈ 1/2 ഇഞ്ചിൻ്റെ ലൈനിൻ്റെ അവിടെ വെച്ച് മാത്രമേ കൊടുക്കാവൂ. ഞാനിപ്പോൾ കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്. അപ്പം നമുക്കിതൊരു ബോക്സ് പോലെ അങ്ങ് വരയ്ക്കാം. നമുക്കിതൊരു ബോക്സായിട്ടങ്ങ് വരയ്ക്കാം. എന്നിട്ട് ഇതും നമുക്കൊരു ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്ക് കൈവച്ച് ഷേപ്പ് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ വരയ്ക്കാം, ഇങ്ങനെ വെച്ച് വരയ്ക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഈ ആം ഹോളിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് എത്ര വൈഡ് വേണോ അത്ര രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ആം ഹോൾ കർവ് വെച്ച് ഇപ്പോൾ ഇത് ഫ്രണ്ടാണ് നമ്മളിത് വരച്ചേക്കുന്നത്. ഇനി നമുക്കിതുപോലെ ബാക്ക് കൂടെ വരച്ചെടുക്കാം. ഇത് സെപ്പറേറ്റ് വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ, വരയ്ക്കുമ്പോൾ കൂടെ അങ്ങ് വരച്ചാൽ മതി. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ ആയിരിക്കും. ഞാൻ ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് 4.5 ഇഞ്ചാണ്. ഇവിടെയും 3 ഇഞ്ച് കൊടുത്തിട്ട് അതൊരു ബോക്സാക്കി വരയ്ക്കുക. ബോക്സാക്കി വരച്ചിട്ട് അതേ ആം ഹോൾ കർവ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇവിടെ എത്രമാത്രം നമുക്ക് വൈഡ് വേണം അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ഞാൻ ബാക്കിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ലൈനിങ് പീസയിലാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് പീസയിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കട്ട് ചെയ്തു അതങ്ങോട്ട് മാറ്റി വെച്ചിക്കാം. ഇനി എന്നിട്ട് നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. നമുക്കപ്പോൾ ഫ്രണ്ടിന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതേ സെയിം തന്നെ നമുക്ക് നല്ല തുണിയിൽ കട്ട് ചെയ്യാം. നല്ല തുണി 4ആയിട്ട് എടുത്തിട്ട് ആദ്യം ബാക്കി വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യുക. ബാക്കി ആദ്യം നമ്മൾ നല്ല തുണിയുടെ മണ്ടയിൽ ഈ ബാക്കി വെച്ചിട്ട് നല്ല തുണി 4ആയിട്ട് മടക്കി ഇടുക. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഈ ബാക്കി വെച്ച് ആദ്യം നമ്മളതങ്ങ് കട്ട് ചെയ്തെടുക്കുക.
പിന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്യേണ്ട, നല്ല തുണിയിൽ നെക്ക് നമ്മൾ അല്ലാതെ നമുക്ക് കട്ട് ചെയ്യാം. നെക്ക് ക്യാൻവാസ് ഇട്ട് ചെയ്യാം, ലൈനിങ് തുണി അടിച്ച് മറിക്കാം. ഇപ്പോൾ ലൈനിങ് തുണി ആയതുകൊണ്ട് ഞാൻ ലൈനിങ് തുണി അടിച്ച് മറിച്ചാണ് ഇതിനകത്തിൽ നെക്ക് ചെയ്യണം. നമുക്ക് പിന്നെ അടുത്ത വീഡിയോസിലൊക്കെ ക്യാൻവാസ് വെച്ച് നെക്ക് എങ്ങനെ കറക്റ്റ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല തുണി, ഞാനങ്ങ് രണ്ടായിട്ടങ്ങ് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം എൻ്റെ ഈ കയ്യിലുണ്ട്. ഇങ്ങനെ നല്ല തുണി രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടാണ്. രണ്ട് ഭാഗം എൻ്റെ കയ്യിലുണ്ട്, രണ്ട് ഭാഗമുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാദ്യം ഒന്ന് മടക്കിയിട്ട് എന്നിട്ട് നമുക്ക് നോക്കുക, നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് നോക്കുക. നമ്മുടെ ചെസ്റ്റിൻ്റെയോ ഹിപ്പിൻ്റെയോ എവിടെയാണോ നിങ്ങൾക്ക് കൂടുതൽ വണ്ണമുള്ള അളവ് അതൊന്ന് നോക്കുക. ഇപ്പം ഞാൻ ഹിപ്പിൻ്റെ വണ്ണമാണ് എടുക്കുന്നത്. ചിലർക്ക് ഹിപ്പിനായിട്ട്, ചിലർക്ക് ചെസ്റ്റിനൊക്കെ വണ്ണം കൂടുതലാണ്. അപ്പം നമുക്ക് ഹിപ്പിൻ്റെ വണ്ണമാണ് ഏറ്റവും കൂടുതൽ എനിക്കുള്ളത്. 11 12. അപ്പം ഈ 12 എവിടെ കിട്ടുന്നോ അവിടെ വെച്ച് നമുക്കൊന്ന് മടക്കണം. ഈ 12 ഇവിടെ എനിക്ക് കിട്ടുന്നത്, അപ്പം ഇവിടെ വെച്ച് മടക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത്രയും തുണി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് തന്നെ നമ്മൾ 4ആയിട്ട് അങ്ങ് മടക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി തുണി പോകും. അപ്പം കണ്ടോ, ഈ 12 തന്നെ ഞാൻ ഇതങ്ങ് മടക്കി ഇട്ടിട്ടുണ്ട്. മടക്കിയിട്ടിട്ടുണ്ട്. ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തത് വെക്കുക. അതിന് ഇനി 1/2 ഇഞ്ചൊന്നും വിടണ്ട. നമ്മുടെ നമ്മൾ സീം അലവൻസ് ഒക്കെ വിട്ടിട്ടാണ് നമ്മൾ ഈ ബാക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മളത് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നേരെ നിവർത്തി അങ്ങ് വെച്ചാൽ മാത്രം മതി. ഷോൾഡറൊക്കെ കറക്റ്റായിരിക്കണേ, ഷോൾഡറും കറക്റ്റായിരിക്കണം, നമ്മുടെ ഈ ഭാഗം എല്ലാം കറക്റ്റായിരിക്കണം. കറക്റ്റായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇനി നമ്മുടെ നല്ല തുണിയിൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നല്ല തുണിയിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം. നല്ല തുണിയിൽ വേസ്റ്റ്, ഹിപ്പ്, നമ്മുടെ ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്യണം. അതേപോലെ ഷോൾഡർ, ഈ നടുഭാഗം എല്ലാം ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ നടുഭാഗം നമുക്കൊന്ന് കട്ടിങ് കൊടുക്കണം. നടുഭാഗം ഇതാണെന്നറിയാൻ. പിന്നെ നമ്മുടെ ഷോൾഡർ നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ വരെയാണെന്നൊന്ന് അറിയാൻ. പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം ഇവിടെ വരെയാണെന്നറിയാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ ഉപയോഗമുള്ളതാണ്. പിന്നെ നമുക്ക് അടയാളപ്പെടുത്തുകയൊന്നും വേണ്ട. പിന്നെ വേസ്റ്റിൻ്റെ വണ്ണം അറിയാം. പിന്നെ ഹിപ്പ് എവിടെ തൊട്ട് എവിടെ വരെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ. പിന്നെ എന്നിട്ട് വേറെ ഒരു കാര്യം ചെയ്യാനുള്ളത്, നമ്മൾ ആ ഫ്രണ്ട് വശത്തുള്ള അതേ മാർക്കിങ് ഈ ലൈനിങ് തുണിയുടെ ഫ്രണ്ട് പീസയിലും ബാക്ക് പീസയിലും അപ്രവശത്തും ഇപ്രവശത്തും അതേപോലെ അങ്ങ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്. നമുക്ക് എന്ന് വെച്ചാൽ അല്ല, ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ ഈ മാർക്കിങ് കണ്ടോ, ഈ മാർക്കിങ് നമ്മൾ ഇച്ചിരി നല്ല കട്ടിക്കങ്ങ് വരച്ചിട്ട് ഈ മാർക്കിങ് മൂത്തിട്ടിട്ട് എന്നിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് മടക്കുക. എല്ലാം നമ്മുടെ കട്ടിങ് എല്ലാം സെയിം ആയിരിക്കണം, ഒന്നിനും വ്യത്യാസമൊന്നും വരരുത്. ലെവലേ പിടിച്ചിട്ട് നമ്മൾ തുണി ഇങ്ങനെ അങ്ങ് മടക്കണം. തിരിച്ചിട്ട് അങ്ങ് മടക്കിയാൽ മതി. തിരിച്ചിട്ട് മടക്കുമ്പോൾ എല്ലാ ലെവലാണെന്നെല്ലാം ഒന്നും ചെക്ക് ചെയ്യണം. എന്നിട്ട് ഒരടി നമ്മൾ ഈ മാർക്ക് ചെയ്തിടത്തെല്ലാം ഒരടി അങ്ങ് കൊടുക്കും. അടി കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, നമുക്കിങ്ങനെ തന്നെ വന്നു. ഈ ലൈൻസ് എല്ലാം അതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലൈൻസ് എല്ലാം ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചെല്ലാം ചെയ്തിട്ട് നമ്മളിത് നമ്മുടെ കറക്റ്റ് ഫിറ്റാക്കുമല്ലോ. ഫിറ്റാക്കുമ്പോൾ ഈ ലൈൻസിൽ കൂടെ നമുക്കങ്ങ് തയ്ച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് പിന്നെ ടേപ്പും സ്കെയിലും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ചോക്ക് പോലും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ അങ്ങ് ചെയ്താൽ മതി, എളുപ്പമാണ്. ഇതേപോലെ ഈ സൈഡിലും മറ്റേ സൈഡിലൂടെ ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ മാത്രം ചെയ്താലും മതി. അപ്പോൾ ഇതിൻ്റെ ലൈൻസ് വരയ്ക്കണമെന്നില്ല, അറിയാമല്ലോ.
കണ്ടെന്നറിയാമല്ലോ. ഇങ്ങനെ വരച്ചാൽ എളുപ്പമാണ്. ഇനി ഇതപ്പോൾ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ കട്ടിങ്, അത് കാണിക്കാമേ. പിന്നെ നമ്മൾ ഇത് ബാക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടും കൂടെ നമ്മൾ മുമ്പിലത്തെ പോലെ ഒരു ഭാഗം അങ്ങ് മാറ്റിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടണം. 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലൈനിങ് തുണിയിൽ നമ്മളിത് ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ മാത്രം നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടാൻ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈനിങ് തുണിയെ നമ്മളൊരു കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം വരണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്താൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വരും. അപ്പോൾ നമ്മൾ ആ ലൈനിങ് നല്ല തുണിയുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഒന്ന് വെട്ടിയാൽ മതി. അപ്പോൾ ലൈനിങ്ങിൽ അറിയാമല്ലോ ഫ്രണ്ട് ഏതാണെന്നറിയാം. അപ്പോൾ അത് നല്ല കുർത്തിയുടെ ഫ്രണ്ട് അങ്ങാക്കിയാണ്. അപ്പം ഇതിൽ പിന്നെ ഇനി വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് സ്ലീവ്, ഇനി നമുക്ക് ഒരു ഭാഗം ഒന്ന് എടുക്കാമേ. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരളവ് വേണം. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് ഇവിടെ ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഈ ആം ഹോളിൻ്റെ ഈ റൗണ്ട് അനുസരിച്ച് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇന്ന സ്ലീവ് എന്നൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ ഈ ആം ഹോളിൻ്റെ റൗണ്ട് അനുസരിച്ച് ഞാൻ എനിക്ക് ചുരിദാറിനെല്ലാം സ്ലീവ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ ഇവിടെ വരെ ചെസ്റ്റ്, അപ്പോൾ അതിൻ്റെ ഒന്ന് വണ്ണം എടുക്കാം നമുക്ക് ആദ്യം. എന്നിട്ട് ഇവിടുന്ന് മേളിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് 6, 7, 8, 9 ഇവിടെ വരുമ്പോൾ കണ്ടോ കറക്റ്റ് 10 ഇഞ്ചാണ് ഈ ചെസ്റ്റിൻ്റെ അവിടെ വരുന്നത്. പിന്നെ ഇങ്ങോട്ട് നമ്മൾ തയ്യൽ തുമ്പ, സ്ലീവിന് നമുക്ക് ഇഷ്ടമുള്ള തയ്യൽ തുമ്പ. അപ്പോൾ ഈ 10 ഇഞ്ച് നമുക്കൊന്ന് ഓർത്ത് വെക്കുക. സ്ലീവ് 4ആയിട്ട് മടക്കി ചെയ്തിട്ട് ഇങ്ങനെ 2 ലൈൻസ് കൊടുക്കും. താഴെ മേളിലും ലൈൻസ് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ 4 ഭാഗവും അവിടെ ഉണ്ടെന്നറിയാൻ വേണ്ടി. 4 ഭാഗവും എനിക്ക് ആ ഭാഗത്താവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ സ്ലീവിന് കൊടുക്കുന്ന ലെങ്ത് 10 ഇഞ്ചാണ് ലെങ്ത്. എന്നിട്ട് 10 ഇഞ്ച് ലെങ്ത് താഴെ മടക്കി കഴിക്കാൻ 1 ഇഞ്ച്, മേളിൽ 1/2 ഇഞ്ച് പോവും. അങ്ങനെ 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. അതപ്പം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. മുകളിലത്തെ 1/2 ഇഞ്ചിനൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുർത്തിയുടെ വണ്ണം എടുത്ത എത്രയാണ്? 10 ഇഞ്ച്. ആ 10 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കണം. 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര? 9 ഇഞ്ച്. എൻ്റെ കൈയുടെ ആംഹോളിൻ്റെ വണ്ണം എടുത്തത് 10 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാണ് 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ 9 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഇവിടെ വരെ ഒന്ന് അടയാളപ്പെടുത്തുക. അവിടെ എനിക്ക് 10 ഇഞ്ചാണ്, അതിൻ്റെ ഹാഫ് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യണം. ഈ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ സെൻറ്റർ കണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് വിടുക. എത്രയാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അതങ്ങ് തയ്യൽ തുമ്പായിട്ട് വിടുക. എന്നിട്ട് താഴ്ഭാഗം ഞാനൊരു 6.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് താഴ്ഭാഗം. എന്നിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് ഈ തയ്യൽ തുമ്പും തമ്മിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഇവിടുത്തെ സ്റ്റിച്ച് ചെയ്യേണ്ട ലൈൻ. അത് ഇവിടുത്തെ താഴത്തെ ലൈൻ. ഇത് സെൻറ്റർ. എന്നിട്ട് ഇതിൻ്റെ 2 ഭാഗം ഓപ്പൺ ആക്കുക. എന്നിട്ട് 2 ഭാഗം എടുത്തിട്ട് ഇതിപ്പം പ്ലെയിൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം എടുത്താൽ മതി. എന്നിട്ട് ഇവിടുന്ന് 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യണം. 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യണം. 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യണം. ഇത് നമ്മുടെ ഫ്രണ്ടാണ്, കൈയുടെ ഫ്രണ്ടാണ്. അപ്പം കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കയ്യും കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഉള്ളത് സ്റ്റിച്ചിങ് ആണ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണാനുള്ളത്. നമ്മുടെ കട്ടിങ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ഈ ചാനലാകെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പിന്നെ എന്നിട്ട് താഴെ കമൻറ്റിൽ എന്തെങ്കിലും അറിയാൻ വയ്യുകയുണ്ടെങ്കിലും എന്തെങ്കിലും ഞാൻ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിലോ അത് താഴെ കമൻസിലോട്ടൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കട്ടിങ്ങിൻ്റെ വീഡിയോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇന്ന് സ്റ്റിച്ചിങ് ഇട്ടേക്കാം. അപ്പം ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.